വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. വയനാട് സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനു ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ചത്. ഇതോടെ ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3 ആയി. ഇന്നലെയായിരുന്നു ഇടുക്കി കൊമ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ സോഫി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം പാലോട് മരിച്ച മധ്യവയസ്കനായ ബാബുവും കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഇന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ലഹരി വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ അഭിനന്ദിച്ച് മന്ത്രി MP രാജേഷ്. PC വിഷ്ണുനാഥാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. വിഷ്ണുനാഥിന്റെ അവതരണത്തെ അഭിനന്ദിക്കുന്നുവെന്ന് MP രാജേഷ് പറഞ്ഞു. ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല എന്നും ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ല എന്നും വ്യാപനം കൂടിയിട്ടുണ്ടെന്നത് വസ്തുതയാണെന്നും മന്ത്രി വ്യക്തമാക്കി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. പ്രതി സമാനമായ 34 കേസുകളിൽ കൂടി പ്രതിയാണെന്നും പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യത ഉണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. കുറ്റകൃത്യം ഗൗരവതരമാണെന്ന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനർക്രമീകരിച്ച് ലേബർ കമ്മീഷണർ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 2 പേർ പിടിയിൽ. പിടിയിലായവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ്. പെൺകുട്ടിയുടെ അയൽവാസിയായ 16 വയസ്സുകാരനും ബന്ധുവായ എറണാകുളം സ്വദേശിയായ 19കാരനുമാണ് പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കർണാടകയിലെ മൈസൂരുവിൽ സമൂഹ മാധ്യമ പോസ്റ്റിനെ ചൊല്ലി സംഘർഷാവസ്ഥ. ഉദയഗിരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ ചിത്രങ്ങൾ മുസ്ലിം വിഭാഗത്തിന്റെ സൂചനകളോടെ 3 Idiots എന്ന തലക്കെട്ടിൽ സുരേഷ് എന്നയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു പ്രശ്നം ഉടലെടുത്തത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ കേന്ദ്രത്തിനെതിരെയുള്ള കുറ്റപ്പെടുത്തലിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുമായി DMK. BJPയിലേക്ക് ക്ഷണമുണ്ടായെന്നാണ് പാർട്ടി ഖജാൻജിയും MP-യുമായ TR ബാലുവിന്റെ വെളിപ്പെടുത്തൽ. NDAയിൽ ചേർന്നാൽ തമിഴ്നാടിന് കേന്ദ്രവീതം കിട്ടുന്നത് എളുപ്പമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുവെന്നും TR ബാലു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായും ലോകത്തിന്റെ മികച്ച ഭാവിക്കായും തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസയിൽ വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടുത്ത ഘട്ട ബന്ദിമോചനം നിർത്തുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് നീക്കം. ശനിയാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഏറ്റെടുത്താൽ ഗസയിൽ പിന്നീട് പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാകില്ലെന്ന നിലപാടുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം. പലസ്തീനിൽ ശേഷിക്കുന്ന 20 ലക്ഷം ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീനിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടും.